ഡേക്കറിപ്പാ നമുക്ക് രാവിലെ ഡേക്കറിപ്പാം. കളിക്കാൻ പോ. വാ പപ്പ വിളിച്ചു വാ. പപ്പ രാവിലെ കൊണ്ടുപോകുമെന്ന് അറിയുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നില്ല. വാ വന്നേ. നേഴ്സിക്കട്ടിക്ക് സന്തോഷമാണ് ഡേക്കറി പോകാൻ. കുറച്ച് ദിവസം പോകാണ്ടിരുന്ന് ഞാൻ മടിയാണ്. പക്ഷെ ഇന്ന് മടിയൊന്നുമില്ല. പോകാൻ നമുക്ക്. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ റൈസിൻസ് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നമുക്ക് പൊറിച്ചുണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ പലതവണ ഉണ്ടാക്കി നമുക്ക് ഏകദേശം ഒരു കണക്കറിയാലോ. അതുകൊണ്ട് നമ്മൾ പാത്രത്തിൻ്റെ ഒരു ഹാഫ് പാത്രം വെള്ളമാണ് ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത്. കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചു. നമ്മൾ പോറിജിന് ഓട്സ് ഇടുമ്പം മെഷർ ചെയ്തിട്ട് ആട്ടോ ഇടുന്നത്. പക്ഷേ സാധാരണ നമ്മളിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പം അതിലേക്ക് ഇങ്ങനെ ഓട്സ് പയ്യെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ടൂ തിക്കാവണ്ട, പക്ഷെ അന്നേരം ഒത്തിരി വാട്ടറി ആകാതെ ഇങ്ങനെ കാണുമല്ലോ. അപ്പം ഒരു 5 ടേബിൾ സ്പൂണാണ് അത്രയും വെള്ളത്തിലിട്ട് കൊടുത്തത്. അന്നേരം ഇത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടുമില്ല, അതേസമയം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുമുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങ് തിളച്ച് പയ്യെ കുറുകി വരും. ഓരോരുത്തരും ഓട്സ് ഉണ്ടാക്കുന്നത്, പോറിഡ്ജ് ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലാട്ടോ. ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു 1/2 ഡെസിലിറ്റർ ഓട്സ് ഇടും. അങ്ങനെയൊക്കെ പല രീതിയിലും പലരും പോറിഡ്ജ് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇപ്പം ചേർക്കുകയില്ല. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ബട്ടർ ഇടാറുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. കാരണം അല്ലാണ്ട് ഇതിൽ വേറെ ഫാറ്റ് കണ്ടൻറ്റ് ഇല്ലല്ലോ. എക്സ്ട്രാ ഇച്ചിരി നല്ല ബട്ടർ, ഒരു കുഞ്ഞു ബട്ടർ പീസ് നമ്മൾ ആഡ് ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ സെർവ് ചെയ്തിട്ട് ചൂടോടുകൂടി ഒരു ബട്ടർ ക്യൂബ് അതിൻ്റെ മേളിലിട്ടാലും നല്ലതാണ്. ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ജാമോ അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ പീനട്ട് ബട്ടർ, പഴം കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിടുക. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ച് ഉപ്പിട്ട് വേവിക്കത്തേ ഉള്ളൂ. ഇന്നലെ വിളിച്ചെണീപ്പിക്കും എന്നാ പാടായിരുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചു. ഇന്നൊന്നും അറിഞ്ഞില്ല. ഇതാണ് ഒരു പുഷാണ് ആദ്യം വേണ്ടത്. ആ പുഷിൽ നിന്ന് എന്നും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉള്ള ഫസ്റ്റ് മോർണിംഗ് ഒരു കുറച്ച് കൂടുതൽ ഉറങ്ങണം, ടയർഡ്നെസ് കൂടുതലായിരിക്കും. അന്ന് നമുക്ക് ആവശ്യത്തിന് അങ്ങനെ റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇന്നലെ കറക്റ്റ് ടൈമിന് നമുക്ക് ഉറങ്ങാൻ പറ്റി. രാവിലെ എഴുന്നേറ്റപ്പം ക്ഷീണമല്ലാണ്ട് എണീറ്റ് എന്റെ ഒരു പുഷൊന്നും ഒരു കാര്യമില്ല. ഇന്നലെ പുഷ് ഇട്ടുകൊണ്ട് ജിമ്മിൽ പോകാൻ പറ്റി. ഇന്നലെ പുഷ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറമ്പിൽ പണിയാൻ പറ്റി. അല്ല, പുഷ് കിട്ടിയതിന് മോശമെന്ന് പറയുന്നില്ല. താങ്ക് യു. ഉപ്പൊരു പൊടിക്ക് കൂടിപ്പോയി. രാവിലെ കഴിച്ചിട്ടേ ഞാൻ സന്മിച്ച് കഴിച്ചിട്ട് ജിമ്മിൽ പോവാം കേട്ടോ. എനിക്ക് ആക്ച്വലി വന്നിട്ട് മതിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ആണോ? അപ്പൊ നമ്മൾ ഉണ്ടാക്കി നമ്മൾ കുറുക്കി പോറിഡ്ജ് ഇങ്ങനെയാക്കിണ്ട്. പൊറിഞ്ചും അല്ല കേട്ടോ, പോറിഡ്ജ്. ഒരു പൊടിക്ക് പോറിഡ്ജ്. ഇത് പൊടിക്ക് ഉപ്പ് കൂടിപ്പോയോണ്ട് അതിൻ്റെ അകത്ത് പാല് ചേർത്തേ. അപ്പം അതുകൊണ്ടാണ് പാല് വെച്ച് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അടിയിൽ ഇങ്ങനെ ആ ഒരു പാലിന്റെ പ്രോട്ടീൻ ഇത് കിടക്കുന്നതാണത്. മളവിൽ രാവിലെ ഉണ്ടല്ലേ? ഇപ്പൊ ഒരാഴ്ച കൂടെ ഉള്ളൂ. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് സ്കൂളൊക്കെ. ഫൈനലി 2 മാസത്തേക്ക് സ്കൂളില്ല. 2 മാസത്തേക്ക് ജാം കൂട്ടിയിട്ട് തിന്നോക്ക. അതിന്റെ പൊടിക്ക് ഉപ്പ് കൂടിപ്പോയി, അതാണ് പാലൊഴിച്ചു. അങ്ങനെ കുറച്ചുകൂടെ പാലൊഴിക്കാം, ഉപ്പ് പാകാവും. മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉറപ്പണോ? പാലൊഴിക്കട്ടെ? ചക്കിക്ക് മുട്ട വേണോ? അവർക്ക് ഇഷ്ടം. മുട്ട കൊടുക്കും. ആള് പിന്നെ മുട്ട കഴിക്കാൻ ഇവിടെ പിള്ളേർക്ക് മടിയാണ്. എനിക്ക് സ്ഥിരം കൊടുത്ത് വെറുപ്പിച്ചു കളഞ്ഞാ ചേക്കോ. നമ്മള് പറഞ്ഞു 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് സൈക്കിളോട് പറന്ന് ചെല്ലണം സ്കൂളിലോട്ടോ. പറക്കേണ്ട ആവശ്യമില്ല, വണ്ടിക്ക് അത്തിരിക്കാമല്ലോ. മാള് എല്ലാ ദിവസവും ഒരു ശ്രമം നടത്തും. ട്രൈ. എല്ലായിടത്തും ഇന്നലെ തിരിച്ചായിരുന്നല്ലോ. ഇന്നലെ 10-12 മണി വരെ
ദിവസം എനിക്ക് എന്തോരം കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ട കബോർഡ്സ്. അപ്പൊ ഞാനൊരു കോഫി കുടിക്കാൻ പോയി എനിക്ക് സമയമില്ല. ഇന്നലെ ഞാൻ ഇച്ചിരി മുമ്പ് ഇരുന്നൊന്ന് കുടിച്ച് ഇത്ര കോഫി കുടിക്കും. അല്ല ഒരു കോഫി കുടിച്ച ഇന്ന് അങ്ങ് ഭയങ്കര പറഞ്ഞാല് ജോണിക്കുട്ടിക്ക് 8:45. ജോണിക്കുട്ടി പെട്ടെന്ന് റെഡി ആവുക കേട്ടോ. വരൂ 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 വരൂ. ഇന്ന് കറക്റ്റ് 8 മണിക്ക് തന്നെ ജിബി പോകാൻ പറ്റി. പക്ഷെ ഇന്ന് വേഗം തീർത്ത് വന്നിട്ട് എനിക്കിന്ന് ഡ്രഗ് തെറാപ്പി ചെയ്യണം. കബോർഡ്സ് അടുക്കി വെക്കണം. ഇന്നൊരു നാളെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. പിന്നെ അതെല്ലാം ചെയ്ത് തീർക്കുകയും ചെയ്യണം. ഇന്ന് സമയത്ത് ഇറങ്ങാൻ പറ്റിയതിന്റെ കൃതാർത്ഥമായി 8 മണിയായിട്ടോ. എത്ര മണിക്ക് തിരിച്ചു വരും? 10 മണിക്ക് തിരിച്ചു വരാം. 10 മണിയാകുമ്പോ മണ്ണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 10 മണിയാകുമ്പോഴാണ് തിരിച്ചുകൂടെ എത്തുള്ളൂ. 10 മണി 2 മണിക്കൂർ വേണ്ട എക്സസൈസ്. 2-1.5 മണിക്കൂർ പോരെ? ചിക്കൻ ഓടി പോയി എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിതൊക്കെയാണ്. അതായത് അങ്ങ് ചെന്ന് ഇച്ചിരി അങ്ങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുമാതിരി മറ്റേ മാനിയ ഇത് എന്നാ പറയണത്, ഒരുമാതിരി ഭ്രാന്താകുന്ന പോലെയാ. കറക്റ്റ് 1.5 മണിക്കൂർ കഴിയുമ്പോ ഇറങ്ങണേ. ഈ ശരിക്കും ഇതിന്റെ ഒരു സയൻസ് അനുസരിച്ച് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ കുറേ മണിക്കൂർ ദിവസം മുഴുവൻ ഒക്കെ ജിമ്മിൽ പോയി കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അങ്ങനെ ജിമ്മിലല്ല, ഒരു നമ്മള് ചെയ്യുന്ന റൊട്ടീൻ കംപ്ലീറ്റ് ആവണല്ലോ. സൺഗ്ലാസിന്റെ ആയിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റുഡന്റ് ആവുകയാണ്. സത്യം പറഞ്ഞ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോണ കാര്യം ആലോചിക്കുമ്പോഴൊക്കെ ചെറുപ്പത്തിലെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സിന് അപ്ലൈ ചെയ്തായിരുന്നു. അത് കിട്ടി. ഓഗസ്റ്റ് 4 മുതൽ 2.5 വർഷത്തേക്ക് ഫുൾ ടൈം ക്ലാസ് ആട്ടോ. അപ്പം എന്തായാലും ഒരു ചേഞ്ച്. ഹെൽത്ത് കെയർ ഫീൽഡിനോട് വിട പറയുകയാണ്. അതൊന്നും അറിയത്തില്ല, പക്ഷെ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഫുൾ ടൈം എൻഗേജഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഫീൽ അല്ലേ. കഴിഞ്ഞ വർഷം പക്ഷെ ഇവിടെ പറയണത് നമുക്ക് ജോലി ഇപ്പം ഉള്ളത് ഹോം കെയറിലാണല്ലോ. എന്റെ ഹോസ്പിറ്റലില് അയച്ചാൻ അതാണല്ലോ. പക്ഷെ നമ്മൾ കളയില്ല, കാരണം നമുക്കിവിടെ ജീവിച്ചുവാണെങ്കിൽ ജോലി വേണമല്ലോ. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ മൺഡേ ടു ഫ്രൈഡേ സ്കൂളുണ്ട്. രാവിലെ ചില ദിവസം 8 മണി മുതൽ 2 മണി വരെ ആയിരിക്കാം. ചില ദിവസം 9 മണി മുതൽ 3 മണി വരെ ആയിരിക്കാം. അങ്ങനെ 2.5 വർഷത്തേക്ക് വീണ്ടും നല്ല തിരക്കാവുന്നു. അടിപൊളി. ഓഗസ്റ്റ് 4. പക്ഷെ നല്ലത്, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാനൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. മെയിൻ ആയിട്ട് പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടാക്സ് കൊടുക്കുന്നു. ഇപ്പം ഇവിടെ നോർമലി ഇപ്പം പഠിക്കുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ 11,100 യൂറോയാണ് ഒരു വർഷത്തെ ഫീസ്. ആ കോഴ്സ് പഠിച്ചിറങ്ങി കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 26,000-27,000 യൂറോ, അതായത് 28 ലക്ഷം രൂപ വേണം പഠിച്ചു തീർന്നെങ്കിൽ. ഇത് നമുക്ക് ഫ്രീ ആണ്, പോയി പഠിക്കുക. അതെ, അത്രയും ഇതുള്ളപ്പോ നമ്മളത് യൂസ് ചെയ്യാം. ചാൻസ് എടുക്കുക എന്ന് പറയുന്നത് നല്ലതല്ലേ, നല്ലൊരു അറ്റംപ്റ്റ് അല്ലേ. പിന്നെ വീണ്ടും നമുക്ക് സ്റ്റുഡന്റ് കാർഡ് കിട്ടും. സ്റ്റുഡന്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ട്രെയിൻ ടിക്കറ്റിനൊക്കെ ഭയങ്കര, ഇൻ കേസ് എവിടെയെങ്കിലൊക്കെ പോകാൻ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് അതുപോലത്തുള്ള കുറെ കാര്യങ്ങളിൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ജോലി ചെയ്യണം. ജോലി ഞാൻ ഈവനിങ്ങും പിന്നെ വീക്കെൻഡും ആക്കണം. ഇങ്ങനെ കുറെ ടാസ്ക് ഉണ്ട്. അത്യാവശ്യം പഠിക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴേക്കും ഷാർപ്പായിട്ടിരിക്കണത് എന്റെ വീക്കാ. അല്ല, ഞാൻ പറയാൻ വന്നതെന്നു വെച്ചാൽ നമ്മളിങ്ങനെ അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ പിള്ളേരത് കാണുമ്പോൾ അവർക്കും ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്നാലോ അങ്ങനെ ഇച്ചിരി ഒന്ന് നന്നായിട്ട്. അതായത് നാട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞോ അല്ലെങ്കിൽ ജോലിക്ക് കഴിഞ്ഞാൽ പിന്നെ പഠനം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ ഒരു കാര്യത്തില് അല്ലേ ഇവിടെ ഒരു കാരണം നമുക്ക് നമുക്ക് എന്റെ ഒരു കൊളീഗ് പുള്ളിക്കാരിക്ക് കോൺട്രാക്ട് പക്ഷെ തീർന്നു കേട്ടോ. അപ്പം ഭയങ്കര പ്രശ്നമാണ്. അതായത് വർക്ക് പ്ലേസിലൊന്നും പ്ലേസ് ഇല്ല. 4 നഴ്സുമാരെ കുറയ്ക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം അവർക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്ത് കൊടുത്തില്ല. അപ്പം അവരുടെ ജോലി ഇതാകുന്ന അവസ്ഥയാണ്. അപ്പൊ കുറെ ഒരു ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ അവർ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അവർ എഞ്ചിനീയറിംഗിന് ഇത് ചെയ്തു, അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക പുള്ളിക്കാരി. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ടോട്ടലി ഡിഫറെന്റ് ഇത് നമുക്ക് ചൂസ് ചെയ്യാം. എന്തായാലും ഒരു പരീക്ഷണം. കാരണം ഞാൻ തീരുമാനിച്ചെത്താൻ കാരണം വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മുടെ ഇഗ്ലൂൻ ചർച്ച ഉണ്ടായതിന് ശേഷമാണ് എന്നിൽ എന്തോ ഇങ്ങനൊരു വാസന കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചുമ്മാ ഒന്ന് ചവിട്ടി കേട്ടിട്ടാ. മണിക്കൂർ നേരത്തെ മാരക അംഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. നല്ല കിടിലം വെതറാട്ടോ. ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ? 20.
ടെമ്പറേച്ചർ 20 നല്ല സണ്ണി. ഇന്നിപ്പോൾ നമുക്ക് മണ്ണ് കൊണ്ടിടാനായിട്ട് ആള് വരും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 10 മണിക്ക് മുന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തരും. 9:30 മുന്നും കഴിക്കണമായിരുന്നു. പിന്നെ ഇപ്പോൾ 9:45 അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ എന്നെടുക്കുന്ന റൈ ബ്രെഡ് എടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫുൾ എഗ്ഗും ഒരു എഗ് വൈറ്റും, അതായത് അതിൻ്റെ ഉണ്ണി മാറ്റിയിട്ടുള്ള ഒരു മുട്ട. പിന്നെ നമ്മൾ കുക്കുംബറാണ് സാലഡായിട്ട് എടുത്തേക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഈ ചെറിയ ടൈപ്പ് സാമൻ കിട്ടും, അതും പിന്നെ ആസ്പ്രാക്സ്, പിന്നെ കുറച്ച് സാലഡ്, ചിക്കുനും അത് തന്നെ. ഞാനൊരു 1-2 കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പൂറുണ്ടോ? ഈ കള്ളപ്പം പോലത്തെ അപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന്. അപ്പം പല രീതിയിലും ഉണ്ടാക്കുമല്ലോ ഓരോ നാട്ടിലോട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് ഇതിപ്പോൾ പച്ചരിയും അതിൻ്റെ കൂടി കുറച്ച് അവലും കൂടെ കഴുകി കുതിരാനായിട്ട് വെച്ചിരുന്നു. ഒരു ലിഡിൽ കിട്ടുന്ന ബസ്മതി റൈസ് ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പണ്ട് നമുക്ക് പിന്നെയും കുഴപ്പമില്ലാത്തൊരു ഗ്രീൻ കളറിലുള്ള എക്സ്ട്രാ എന്ന് എഴുതിയേക്കുന്ന ഒരു പാക്കറ്റിലെ വൈറ്റ് റൈസ് നമുക്ക് നല്ലതായിരുന്നു പച്ചരി പോലെ ഉപയോഗിക്കാൻ. പക്ഷേ ഇപ്പം അതിന് പശപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പം അപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് സ്റ്റിക്കി ആയിട്ടൊക്കെ വരും. പക്ഷെ ബസ്മതി റൈസ് കുഴപ്പമില്ല. അപ്പം നമ്മൾ ലിഡ്ലിയിൽ നിന്ന് വാങ്ങുന്ന ബസ്മതി റൈസ് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം നമ്മൾ അതാണ് അപ്പത്തിന് വേണ്ടി എടുക്കുന്നത്. അതും അവലും കൂടി വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കുന്നതിൻ്റെ അകത്ത് തേങ്ങ ഇടും. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി 2 അല്ലി, ചുമന്നുള്ളി ഒരു 3 എണ്ണം, എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇത് 1 കിലോ അരിയുണ്ട്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂണോളം അടുത്ത്, എല്ലാം ഒരു കൈക്കണക്കായെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അത് നമ്മൾ ഇടുന്നു. പിന്നെ ഈസ്റ്റ് ഒരു കുഞ്ഞു പീസ് ഫ്രഷ് ഈസ്റ്റാട്ടോ നമ്മൾ ചേർക്കുന്നത്. അതുകൂടി ഇട്ട് നമ്മൾ അരയ്ക്കുന്നു. കപ്പി കാച്ചുന്നില്ല. അല്ലെങ്കിൽ അവലിന് പകരം നമുക്ക് ഈ പ്ലെയിനായിട്ട് അരി അരച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അരി അരപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീക്കകത്ത് ഇങ്ങനെ കുറുക്കി എടുക്കുന്നതാണല്ലോ കപ്പി കാച്ചുന്നത്. അതായിരുന്നു സാധാരണ നമ്മൾ ചെയ്യാറ്. പക്ഷെ നമ്മളിപ്പം അത് ചെയ്യുന്നില്ല. പകരം അവലാണ് ഇടുന്നത്. അവലിടുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഇഡ്ഡലിക്ക് അരക്കണ പോലെ സോഫ്റ്റായിട്ട് അരക്കില്ല കേട്ടോ. കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ആണല്ലേ? ഏറ്റവും ആദ്യം എത്തിയത് മാളുമാണ്. കറക്റ്റ് 1 മണിയായപ്പോഴേക്ക് എത്തി. നല്ല ചൂടല്ലായിരുന്നോ? ജാക്കറ്റ് ഇട്ടിട്ടാണോ വന്നേ? ജാക്കറ്റ് ചൂടത്തപ്പോൾ ജാക്കറ്റ് കൂടെ ഇട്ടോ? ആണോ? എന്നായിരുന്നു ഫുഡ്? എന്നായിരുന്നു ഫുഡ്? ക്യാരറ്റും മീറ്റിൻ്റെ ഏതൊരു സോസും പൊട്ടറ്റോസും. ആണോ? അപ്പോൾ എല്ലാവർക്കും മാളും ചക്കിക്കും ജോണിക്കുട്ടിക്കും സെയിം ഫുഡ് ആയിരിക്കുമല്ലോ? അതുകൊണ്ട് ഞാൻ ടീച്ചറിനോട് ചോദിച്ചു എനിക്ക് ഒരു സ്റ്റൂൾ ഉണ്ടാക്കാൻ പറ്റുമോ. ടീച്ചറിന് സമയമില്ലാത്തതുകൊണ്ട് ഈ നെക്സ്റ്റ് 8th ഗ്രേഡിൽ ചെയ്യാന്ന്. ഓക്കെ, മാള് സ്റ്റൂള്. ഇനിയിപ്പോ മാള് അടുത്ത പ്രാവശ്യം സ്കൂളിൽ പോയിട്ട് കുഞ്ഞു സാധനം ഒന്നും ഉണ്ടാക്കില്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഓക്കെ, ഇനി മാള് ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ അടിപൊളി സാധനം ടേബിൾ ഇടാൻ പറ്റുന്നു. ഇതെല്ലാം പോസിബിളാ. ഈ വട്ടത്തിലുള്ളതുകൊണ്ട് അങ്ങനെ വിൽക്കാൻ സപ്പോർട്ട് വേണം. ഈ സാധനം കസിറ്റുവൽ ഉണ്ടാക്കി സ്റ്റേബിൾ ഇട്ട് ചെയ്യാൻ പറ്റും. വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? വണ്ടിക്ക് അത് ഡിക്കി തരണം, അല്ലെങ്കിൽ മറ്റേ വണ്ടി സാധനം അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. മാള് ഉണ്ടാക്കിയ സാധനമല്ലേ ഇനി. ഓക്കെ, ഈ പപ്പ മാള് ഉണ്ടാക്കുന്ന സാധനത്തെ ഇരുന്ന് നോക്കാം. അതുപോലെ ഇനി ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലേക്ക് ഗുണപ്രദമായ സംഭവങ്ങൾ എവിടെയാണ്? ഓക്കെ, മാളുവിന്റെ സ്റ്റഡി ടേബിൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയർ. കുറച്ച് ഞാൻ എന്നിട്ട് ബാസ്കറ്റ്സ് ഉണ്ടാക്കും. എന്നിട്ട് മെറ്റം ഞാൻ കാണിച്ചറിയാം. ചാറ്റ്ജിപിറ്റിയോട് എന്റെ റൂം എനിക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലാക്കാൻ പറഞ്ഞേ പോലിരുന്നേനെ. പക്ഷെ ആ ചെയർ ഇതാക്കണം. ചെയർ മാത്രം കഴിയുള്ളൂ. ചെയർ ബാസ്കറ്റ് എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട രീതിയും പിന്നെ കുറച്ച് പിങ്ക് ആഡ് ചെയ്യണം. ഈ ചാറ്റ്ജിപിറ്റി ഇപ്പറ വെച്ച സാധനം നമുക്ക് ആ കോർണറിലൊക്കെ ആയിരുന്നല്ലേ? ആ ഡ്രസ്സിന്റെ ആ ഷെൽഫിന്റെ അവിടെ സ്പേസ് വേണ്ടേ? ഓക്കെ, ഇതാണ്. ഇത് ഓൾമോസ്റ്റ് അതേപോലെ ആണ്. സോറി, ഓൾമോസ്റ്റ് അതേപോലെ ആണല്ലോ. ഓൾമോസ്റ്റ്. ഓക്കെ, ബെഡ് ഓൺ അടിച്ച് കളിക്കുന്നേ. ഇത് ഫിക്സ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു സ്കൂൾ? എങ്ങനെയുണ്ടായിരുന്നു ജോണിക്കുട്ടി?
ഒന്ന് കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. തുണി മടക്കിക്കൊണ്ടിരുന്നാണേ. ചെല്ലേ ഇവിടെ ഇട്ടേക്കുന്നു തുണിയൊക്കെ. തുണിയെല്ലാം മടക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഈ സൈഡിൽ കിടന്നാ. സ്കൂളിൽ പോയിട്ട് വന്നു. അതിന്റെ ടേബിളെ കാണാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, പപ്പ പോയി കൊണ്ടുവന്നോളാം. നിങ്ങൾ ഇത് വൃത്തിയാക്കി കേട്ടോ. വേണ്ട അത് ഇത് ചെയ്യാം. അത് കുഴപ്പമില്ല, പയ്യെ ചെയ്താൽ മതി. പപ്പ പോയി കൊച്ചിനെ കൊണ്ടുകൊണ്ടിരാം. ഇവരെയും കൂട്ടിട്ട് കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് മറ്റേ ഇത് വാങ്ങണം, ഗിഫ്റ്റ് കാർഡ് വാങ്ങണ്ടേ? ഞാൻ ഇപ്പൊ പണിക്കാം, അവര് വീട്ടിലെ നമുക്ക് വീട്ടിൽ പോവാം. കൂട്ടുകാരോടൊക്കെ ടാറ്റ പറയുവാണോ? ടാറ്റ പറയാ. ഇന്നലെ പോന്നപ്പോഴേ കണ്ട എല്ലാവരും ടാറ്റ പറയുകയാണേ. ടാറ്റ. ബൈ ബൈ. വെള്ളം വേണം. സ്കൂട്ടിന്റെ ഷൂസ് താഴെ എറിയണം. വേണം. ഇഷ്ടമില്ല. എഴുന്നേറ്റിരിക്കുന്നവരും മതിയാ. എനിക്ക് തോന്നുന്നത് അറിയോ, സ്നേഹം കൊണ്ട് നേടിയെടുത്തതാണോ ചിക്കു പറഞ്ഞിരുന്നപ്പം. ഇതൊക്കെ അവനാ രാവിലെ ചെറിയ പടക്കം കാണിക്കുന്നതാണോ, കുഞ്ഞു പടക്കം കാണിക്കുന്നതാണോ? ഒരിക്കലും ഇല്ലോ. അതെന്നറിയോ, ഇന്നലെ തന്നെ പാലുകൂടി പയ്യെ നിർത്തിയില്ലേ അവൻ. അതായത് ഓട്ടോമാറ്റിക്കൽ അല്ലേ 15 1.5 വയസ്സായപ്പോഴേക്കും അവൻ ഇന്നലെ തൊട്ടല്ലേ പാലുകൂടി അവൻ തന്നെ സ്റ്റോപ്പ് ആക്കിയേ. ഇനി വരുന്നുണ്ടോ? അല്ല ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനി അതനുസരിച്ച്. അതായത് ഇന്നലെ മുതൽ പാലുകൂടി തന്നെ നിർത്തുകയും ചെയ്യാൻ തോന്നുന്നു. അലർട്ടായിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. സ്വീഡിഷിലെ ഡയറക്ഷൻസ് കൊടുക്കുന്നതാണ് കണ്ടോ, കറക്റ്റായിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മണ്ണ് ആ പെട്ടിന്ന് ചടിക്കാൻ പോവാണ്. ഒന്നും ആകുമെന്ന് തോന്നണില്ല. എന്നറിയണമെങ്കിൽ എത്ര സോറി, ഇത് 1000 ലിറ്റർ ഉണ്ടോ? 400 ലിറ്റർ എന്നല്ല ആദ്യം പറഞ്ഞേ. 1000 കിലോ. 900 കിലോ ഉണ്ടെന്നാ പറയുന്നത് മണ്ണ്. ഒരു 2-3,000 വേണ്ടി ഒരു ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ. അണ്ണാൻ കുഞ്ഞിനും തന്നാലായിരുന്നു. അങ്ങ് എടുത്ത് മാറ്റാശാനെ. ഇത് നമ്മുടെ വീടിന്റെ ഈ സൈഡിലൊരു വൃത്തികേടായിട്ട് കിടന്ന സ്ഥലമായിരുന്നു അല്ലേ? കുറെ വേസ്റ്റും ഗാർബേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡിന്റെ സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു ഇവിടെ. നമ്മുടെ ഈ മതിൽ ഇടിഞ്ഞു പോയപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ആ വർക്ക് കഴിഞ്ഞതിൻ്റെയും എല്ലാം ഇവിടെ കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റി വേസ്റ്റ് കളഞ്ഞിട്ട് നമ്മളവിടെ മണ്ണിട്ട് സെറ്റാക്കി അടിയിൽ മറ്റേ പള്ള വളരില്ലാത്ത കൂട്ടമുള്ള ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ട്, പക്ഷെ അതിലൂടെ വെള്ളം ഇറങ്ങുന്ന ടൈപ്പുള്ള ഷീറ്റാട്ടോ അത്. എന്നിട്ട് അതിൽ മണ്ണ് നമ്മൾ മേടിച്ച് വിരിച്ചിട്ടു. ഇപ്പോൾ നമ്മൾ 100 യൂറോ മണ്ണിനായി 50 യൂറോ കൊണ്ടുവന്നത് 150 യൂറോ. ഇനി 150 യൂറോടെ മുടക്കിയാലാണ് അത്യാവശ്യം ഈ ഹൈറ്റിൽ മണ്ണിടാൻ പറ്റും. പിന്നെ നമ്മുടെ നോർമൽ മഡ്
പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇത് നടണനുസരിച്ച് നമ്മൾ മറ്റേ വളമുള്ള മണ്ണ് വളമുള്ള മണ്ണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ബേസായിട്ട് നമ്മൾ കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ അല്ലേ? ഇതൊറ്റ തവണ ഇടുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ തൂമ്പ പോലത്തെ ആയിരിക്കണം, മറ്റേ ചാരി ഇരിക്കുന്നുണ്ട് അത് മാത്രമുള്ളേ. ഇത് സ്നോ മാറ്റുന്ന സാധനം കേട്ടോ, അതിനത്രയും ബലം പോരാ. പുറത്തേക്ക് ചാടിക്കണ്ടേ ചായ? കുറച്ചും കൂടെ വലിക്കണേ. ഈ മരത്തിന് നല്ലതായിട്ട് ഇത് വേണം അല്ലേ? അതെ, നന്നായിട്ട് ഇതിന് വെള്ളം വേണ്ട മരം കേട്ടോ. അത് വെള്ളം ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതായിപ്പോവും. തുടക്കത്തിൽ മാത്രം ഇതിന് ഒത്തിരി വെള്ളം കൊടുത്താൽ മതി അല്ലേ? എത്രയാ? ഓക്കെ. വെട്ടുകാലിയൊക്കെ ഇതിനിടയിൽ വല കൂട്ടി വെച്ചേക്കുന്നത് സമ്മതിക്കില്ല നമ്മൾ. എന്താണ് എന്തൊക്കെയാ വാങ്ങിച്ചു വന്നേക്കുന്നേ? കടയിൽ പോയി മേടിക്കാൻ പോയപ്പോ ഇങ്ങനെ ബേക്കറി കട ഉണ്ടായിരുന്നേ. അവിടുന്ന് അമ്മ വാങ്ങിച്ചോ? ഇല്ല, അമ്മ കഴിച്ചില്ല. അവിടെ വില കുറഞ്ഞുണ്ടായിരുന്നു. ജോണിക്കുട്ടിക്ക് ഇത് കിട്ടി. പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റും ഹേസൽനട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കി ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്തു. അമ്മ ഒരു 3 ബൈറ്റ് കിട്ടിയുള്ളൂ, ബാക്കി ഞങ്ങൾ കഴിച്ചു. ഡാർക്ക് ചോക്ലേറ്റ് അതെന്ന് പറയോ, രാവിലെ പോയപ്പോ ടാറ്റ പറയാൻ നിന്നില്ലല്ലോ, അതിന്റെ കൊതിക്കറവ് അതാണ്. ഇത് ഹെൽത്തി, ഇത് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ഹെൽത്തിയാ. ഇവന് വൈറ്റ് തന്നെയാണ്. ഇത് വേണ്ട. ഒരു കുഞ്ഞു തേവന്റെ കയ്യിലോട്ട് കൊടുക്കും, കുഞ്ഞു പീസ് കൊടുത്തോ. പക്ഷെ വലുത് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കുഞ്ഞു സഹിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് 2 കുഞ്ഞു പീസ് എടുക്കണം. എന്നിട്ട് ഏറ്റവും കുഞ്ഞു നമ്മുടെ കയ്യിൽ വരും. അങ്ങനെ വേണം കഴിച്ചോക്കട്ടെ. അയ്യോ ചക്കി അത് അടച്ചിട്ടവനെ ചിക്കു. ഇല്ല, ഇത് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ അതിന് മധുരമുണ്ട്. അങ്ങനെ ചെയ്യില്ലോട്ടോ ചിക്കു. ഇല്ലാന്നേ, ഞാൻ പിള്ളേർക്ക് ഈക്വലായിട്ട് ജ്യൂസ് കൊടുത്തല്ലേ. അവനവിടെ കയറിയിരിക്കണം. അല്ലല്ല, മറിഞ്ഞു വീണില്ലട്ടോ. അയ്യോ, താഴെ ഇടിച്ചു അവിടെ ഇടിച്ചു. നമ്മള് സൂപ്പറായിട്ട് പൊളിച്ച് പൊങ്ങി വന്നു കേട്ടോ. നമ്മൾ ഉപ്പും പഞ്ചസാര ഇട്ടില്ല കേട്ടോ, കാരണം ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവുമ്പോ പെട്ടെന്ന് പുളിച്ചു പോകുന്നുള്ളതുകൊണ്ട് നമ്മള് ഉപ്പ് ഇട്ടില്ല, പഞ്ചസാര ഇട്ടില്ല. ഇനി കുക്ക് ചെയ്യാൻ പോകുമ്പോ നമ്മള് ഉപ്പ് പാകത്തിന് ഇടുവാണ്. 4 മണിക്കൂർ അല്ലേ? 4 മണിക്കൂറല്ലേ പുളിക്കാൻ വേണ്ടി എടുത്തേ? കുറച്ച് പഞ്ചസാര ഇട്ടു അല്ലേ? കുറച്ച് പഞ്ചസാര അല്ല, 2 എടുത്തോളൂ. സെറ്റപ്പ് ആയിട്ട് വരുന്നുണ്ട്. എന്തായി കളികൾ? ചെസ് കളിക്കുക. ഞാൻ ചുണ്ടി കളിച്ചപ്പോ ഞാൻ ജയിച്ചു, ഞാൻ ചെക്കിങ് കളിച്ചപ്പോ 2 പേരും ജയിച്ചു. ഞാൻ ചീറ്റ് ചെയ്തല്ല. ചെമ്മീനുണ്ടല്ലോ, ഇപ്പോൾ ടൈഗർ പ്രോൺസ് ആണെങ്കിലും കുഞ്ഞ് ചെമ്മീനുകളാണെങ്കിലും ഫ്രഷ് നമുക്ക് ഫ്രോസൺ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി ഉണ്ടാക്കാൻ പറ്റുമേ. കുറച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കറിവേപ്പില, പിന്നെ സവോള, തക്കാളി അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി മഞ്ഞളും മുളകും മാത്രം പൊടിയായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഫ്രോസൺ ചെമ്മീൻ ഇട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ ഈ ഫ്രോസൺ ചെമ്മീൻ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് വളരെ കുറച്ചിട്ട് ഇടാവുള്ളൂ, ഭയങ്കര ഉപ്പായിരിക്കും. അത് അപ്പത്തിൻ്റെ കൂടി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട അപ്പം കണ്ട തിന്നാത്തെ
വായിലൊന്നും തെറിഞ്ഞു കളഞ്ഞു. ഓ പക്ഷേ ഞാൻ വയ്ക്കുന്നുണ്ടോ? അപ്പൊ നല്ല സോഫ്റ്റ് ആണേ. ഉണ്ടോ മടക്കുമ്പോ തന്നെ ഉണ്ടോ? അപ്പത്തിനോട് ടാറ്റ ബൈ ബൈ. എനിക്ക് അപ്പൊന്നും വേണ്ട, എന്റെ കൊച്ചിന് വെള്ളം മതി. അത് നമുക്ക് കഴിക്കാനാ. എങ്ങനെയുണ്ട് അപ്പം കറി? എങ്ങനെയുണ്ട് മക്കളെ? അപ്പം കറി എങ്ങനെയുണ്ട്? ആ കറിക്ക് ശരി. കാശ്മീരി ചില്ലി മുളകിന്റെ തോന്നുന്നേ. നമുക്ക് അപ്പത്തിന്റെ കൂടുതൽ സെയിം ചട്ടിയില് പയറ് കറി ഉണ്ടായിക്കോണേ. പയറ് കറി അല്ലേ? നമുക്ക് പയറ് കറി സെയിം ചട്ടിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നേ. പയറ് കറി ഈ പറഞ്ഞ പോലെ ക്വിക്ക് റെസിപ്പിയാണ്. പയറിന് ഇച്ചിരി അതിന്റെ ഒരു മണോ ഒരു പൊടിയൊക്കെ കിട്ടിക്കോട്ടെ ഓർത്തിട്ടാണ്. അതിന്റെ ഇച്ചിരി മണം ഇന്ന് ഇച്ചിരി കുഞ്ഞു ചോക്ലേറ്റിന്റെ പീസ്, അപ്പം ഇച്ചിരി കാര്യമായിട്ട് രാവിലത്തെ ഫുഡ് ഇച്ചിരി ഉണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് നടക്കാൻ പോയാലോ? സ്റ്റെപ്പ് കയറാൻ പോവാം. കുട്ടി പാട്ട് കേട്ടിരിക്കുന്നതൊക്കെ. പാട്ട് ഇത് ഈ പയറ് കറി റാഗി പുട്ടിന്റെ കൂടി കഴിക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവത്തില്ലേ? നമ്മൾ ആ ബിരിയാണി മസാല ഉണ്ടാക്കി വെച്ചില്ലേ പണ്ട്, നമ്മൾ ആ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കിയപ്പോ എടുക്കാടെ കൂട്ടാ, അതിന്റെ ഗരം മസാലയുടെ കൂട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പൊ ഒരു മീറ്റിന്റെ ഒരു ഇത് വരികയും ചെയ്യും. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ചെറിയൊരു സുഖം. സെക്കൂട്ടന്റെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു, ഒരു പരിവാക്കിയിട്ടുണ്ട്. എന്റെ കുഞ്ഞിന് കുളി കഴിഞ്ഞു, ഉടുപ്പ് കിട്ടി, നമ്മള് കുളി കഴിഞ്ഞു. നമ്മൾ നുക്ക് വെക്കാൻ പോകും. പോയി അതിന്റെ പോട്ടിടി പൊക്കല്ലേ. പോട്ട് പിന്നെ തുണികളെല്ലാം തീർന്നില്ല, മടക്കി വെച്ചു. ഞാൻ കയറ്റി വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് പിള്ളേരുടെ ഉണ്ട് മാറ്റാൻ. ഞാൻ ഇച്ചിരി പാല് കൊടുത്തിട്ട് പാല് കുടിക്കോ? ബാക്കി ചെയ്യാം. പാല് കുടിക്കോ? പാലുകുടിയിലോട്ട് കയറിയിട്ടുണ്ട്. അതിന്റെ പോട്ട് സാരം ഇട്ടടി. ജോലിക്കുട്ടി ഹോംവർക്ക് ചെയ്തായിരുന്നോ? ചെയ്തിട്ടില്ല. വരുമ്പം തന്നെ പപ്പ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നോ? ചക്കി ചെയ്തായിരുന്നോ മോനെ? ഇനി അത് ഈ ഗെയിം കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യും കേട്ടോ. ജോലിക്കുട്ടി ബെൽറ്റ് ഇടും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു കുറച്ച് നേരം ഇവിടെ ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഇടയ്ക്ക് പോകാറുണ്ട്. കാരണം വെച്ചാൽ ഒരു കാർഡിയോ എക്സസൈസ് ആണ്. ഇപ്പം ഞാൻ സൈക്കിളുണ്ട്, പാർക്കുണ്ട്, സൈക്കിൾ പാർക്ക് പോലെ അറിയുന്ന ആൾക്കാർക്ക് പറ്റും. പക്ഷെ അതുപോലത്തെ സൈക്കിളിന്റെ പാർക്കുണ്ട്, പിള്ളേരുടെയും പാർക്കുണ്ട്, സൈക്കിളിന്റെ. അപ്പം ഞാനും ജോണിക്കുട്ടിയൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. കാരണം ഞാൻ അടുത്ത മാസം റഷ്യയിൽ പോകാനുള്ളത് കൊണ്ട് കാർഡിയോ നന്നായിട്ട് ചെയ്താലാണ് നമുക്കത് ഈസി ആയിട്ട് അവിടെ പോകുന്ന കാര്യം നമ്മൾ സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കൊച്ചി പിന്നെ ഉറങ്ങിയത് കൊണ്ട് പിന്നെ ചിക്കു പിന്നെ വരുന്നില്ല. മൊത്തം 133 സ്റ്റെപ്സ് ഉണ്ട്. അപ്പം നമ്മളൊരു 5 പ്രാവശ്യം കയറി ഇറങ്ങി കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഒരു മാസം ചെയ്യുമ്പോൾ നല്ല സ്റ്റാമിനയാവും. ജോലിക്കുട്ടി ഇറങ്ങി വരുന്നേ ഉള്ളൂ. അടുത്ത ജോണിക്കുട്ടിയെ അടുത്തോ? അങ്ങനെ 1.5 മണിക്കൂറോളം ഞങ്ങൾ പുറത്ത് സ്റ്റെപ്പ് കയറുമായിരുന്നു. ഇനി വീട്ടിൽ പോയേക്കാം അല്ലേ? ജോണിക്കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടില്ല, 7:45. കയ്യിലടിക്കല ചീച്ചി വാ. അതായത് നമ്മളെ ഈ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചിക്കുള്ളൂ, ചിക്കുവിന് ഞാനേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ രാവിലെ ചിക്കുവിനെ എണീപ്പിക്കുന്ന സീനിൽ കമൻസ് ഒക്കെ കുറച്ച് വായിച്ചു. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം വരെയുള്ള കമൻസ് ഒക്കെ വായിച്ചായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ ചിക്കു നോക്കി. ആക്ച്വലി നമ്മുടെ ഈ കുടുംബം, അതായത് 4 പേരൊക്കെ ആയിട്ട് മക്കളൊക്കെ ഉള്ള ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സൂപ്പർ ഡാഡ് സൂപ്പർ മദർ ആയാലാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. കാരണം നമുക്കറിയാം, ഞാൻ 100% ജോലി ചെയ്യുന്നു, ചിക്കു 100% ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ,
പിന്നെ മറ്റ് പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ ആക്റ്റീവ് ആകാൻ വേണ്ടി കുറച്ച് ദിവസമൊക്കെ മടി പിടിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ക്ഷീണം പോലെ തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളത്, ഞാൻ മടി പിടിക്കുന്ന പോലെ ഫീൽ ആയി കഴിഞ്ഞാൽ ചിക്കുവിന് ഉത്തരവാദിത്തമാണ്. ചിക്കു മടി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ മടിയല്ല ക്ഷീണമൊക്കെ ആയിരിക്കാം, പക്ഷെ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ചിക്കുവിൻ്റെ ഹെൽത്ത് പഴയ പോലെ തിരിച്ച് ചിക്കു ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ട് ചിക്കുവിന്. അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ നല്ല പ്രഷർ വേണം. അതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാനിവിടെ സുഖിച്ചിരിക്കുകയോ അങ്ങനെയൊന്നുമല്ല. വീട്ടിലെല്ലാ ഉത്തരവാദിത്തങ്ങളിലും എനിക്കും തുല്യ പങ്കാളിത്തമുണ്ട്, ചിക്കുവിനുമുണ്ട്. അപ്പം അത് നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെ അങ്ങോട്ടുള്ള പുഷ്, ചെറിയ തമാശകൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉള്ള ജീവിതമാണ് നമ്മുടെ. റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളത് അത് ജസ്റ്റ് അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളത്, ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി ഇത് തന്നെ ഇങ്ങനെ അടുപ്പിച്ച് കുറേ കമൻറ്റ് വരുമ്പോഴേക്കും ഇച്ചിരി എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോ ചെയ്യുമ്പം ആക്ച്വലി ആളുകൾക്ക് എല്ലാവർക്കും അറിയത്തില്ലല്ലോ. ഈ പുറത്ത് താമസിക്കുന്ന എല്ലാ ആണുങ്ങളും നന്നായിട്ട് രണ്ടുപേരും പൊതുവെ നല്ല സ്മാർട്ടായിട്ട് ജോലി ചെയ്യുന്നവരും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്. അപ്പം അതുപോലെ തന്നെ ഉള്ള സാധാരണക്കാരനാണ് ഞാൻ. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ പുഷിങ് ഉണ്ടാവും, അത് വേറെ ഒന്നിനുമല്ല. കുട്ടി ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റു. സമയമായി അല്ലേ? ഇനി നമുക്ക് ഉറങ്ങാൻ സമയമായി. അപ്പം ഇത് തന്നെ ഇന്ന് അത്യാവശ്യം ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഒത്തിരി വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. യസുക്കുട്ടി ഇങ്ങനെ അപ്പം നിന്നോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പിള്ളേർ കിടന്നു, കാരണം വെച്ചാൽ ഇപ്പം 9:30 അപ്പം അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. എന്തോ